ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4 ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ടിപ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ മത്സരമായ GT വേഴ്സസ് പഞ്ചാബ് തമ്മിലുള്ള മത്സരത്തിൽ ഒരുപാട് H2H റെക്കോർഡ്സും അതുകൂടാതെ പ്ലെയേഴ്സിന്റെ റെക്കോർഡ്സും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. GL-ഉം SL ഒക്കെ കളിക്കുന്നവർ ഈ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺ ആയിട്ട് തന്നെ ഒരു ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ടും ആ ഒരു ടീമിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ തീർച്ചയായും മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാത്തായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കൂടെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതിലാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ മത്സരത്തിലോട്ട് കടക്കാം. അപ്പോൾ ഇന്നത്തെ മത്സരമായ നമ്മുടെ ഗുജറാത്ത് വേഴ്സസ് പഞ്ചാബ് നമ്മളെ മത്സരം നടക്കുന്നത് നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് റീസെൻ്റ് ആയിട്ട് കുറച്ച് മത്സരങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഈ ഒരു പിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റിംഗ് സപ്പോർട്ടഡ് ആയുള്ള ഒരു ഗ്രൗണ്ടാണ്. അതുകൂടാതെ ഫസ്റ്റ് ബാറ്റിംഗ് ചേസിങ് കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്നാണ് നമുക്ക് ഈ ഒരു പിച്ച് റെക്കോർഡ്സിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഫസ്റ്റ് ബാറ്റിംഗ് ആണ് കൂടുതൽ വിന്നിംഗ് പോസിബിലിറ്റീസ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ ഫാസ്റ്റ് ബോളേഴ്സിനും സ്പിന്നേഴ്സിനും ഈക്വൽ അഡ്വാൻറ്റേജ് കൂടെയാണ്. എസ്പെഷ്യലി ഈ ഒരു ഗ്രൗണ്ടിൽ നമ്മുടെ മോഹിത് ശർമ്മയ്ക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റെക്കോർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റാഷിദ് ഖാനൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ തന്നെ നല്ല റെക്കോർഡ്സ് ഉള്ള പ്ലെയേഴ്സാണ് ഇവരൊക്കെ. തീർച്ചയായിട്ടും ഇവരുടെ നിന്നൊക്കെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ബാക്കി നമ്മുടെ മത്സരത്തിന്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കുന്ന സമയത്ത് ഇവിടെ നടന്ന ലാസ്റ്റ് 10 മത്സരങ്ങളിൽ 6 മത്സരം ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ബാറ്റിംഗ് ചൂസ് ചെയ്തിട്ടാണ് കൂടുതലും വിൻ ചെയ്യുള്ളത്. അതുപോലെ തന്നെ 4 മത്സരമാണ് സെക്കൻഡ് ബാറ്റിംഗ് ചൂസ് ചെയ്തിട്ട് വിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ നോക്കിയാൽ 160 റൺസും സെക്കൻഡ് ഇന്നിംഗ് സ്കോർ 137 റൺസുമാണ് ഇവിടെ പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഹയസ്റ്റ് ടോട്ടൽ റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ 234 ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് തമ്മിൽ കളിച്ചൊരു മത്സരമായിരുന്നു. അതുപോലെ തന്നെ ലോവസ്റ്റ് സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 66 10 വിക്കറ്റ് ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് തമ്മിലുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. അതും ഹയസ്റ്റ് സ്കോർ ചേസിൽ നോക്കിക്കഴിഞ്ഞാൽ 166 റൺസ് ബൈ 3 വിക്കറ്റ്സ് ബൈ ഇംഗ്ലണ്ട് വേഴ്സസ് ഇന്ത്യ തമ്മിലുള്ളായിരുന്നു. ലോവസ്റ്റ് സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 107 റൺസാണ്. അത് വെസ്റ്റ് ഇൻഡീസ് വുമൻസ് വേഴ്സസ് ഇന്ത്യ വുമൻ തമ്മിൽ കളിച്ചൊരു മത്സരമായിരുന്നു കേട്ടോ. ഈ T20 സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് ആ ഒരു സെയിം കാര്യം തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുത്തിരിക്കുന്ന വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് പേസേഴ്സ് 75 വിക്കറ്റും സ്പിന്നേഴ്സ് 35 വിക്കറ്റുമാണ് എടുത്തിരിക്കുന്നത്. 10 മത്സരത്തിൽ നിന്നുള്ള റെക്കോർഡ്സ് ആണ് കേട്ടോ ഇത്. അതുകൂടാതെ പേസേഴ്സിന്റെ വിക്കറ്റ് പെർസെൻറ്റേജ് 68% പേസ് ബൗളേഴ്സും 31% സ്പിന്നേഴ്സിനുമാണ് ഇവിടെ റെക്കോർഡ്സ് ഉള്ളത്. വെതർ റിപ്പോർട്ട് പറയുമ്പോൾ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ താപനില എന്ന് പറയുന്നത്. ഒരു പിച്ചിൽ 169 റൺസാണ് ആവറേജ് സ്കോറായിട്ടും ഫസ്റ്റ് ബോളിംഗ് 207 വിക്കറ്റും സ്പിൻ ബോളിംഗ് 107 വിക്കറ്റുമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പഞ്ചാബ് വേഴ്സസ് GT തമ്മിലുള്ള ലാസ്റ്റ് 3 ഇയേഴ്സ് റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് GT 2 പ്രാവശ്യവും പഞ്ചാബ് കിങ്സ് 1 പ്രാവശ്യവുമാണ് വിൻ ചെയ്തിട്ടുള്ളത്. കറണ്ട് ഫോം നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ റീസെന്റ് ഫോമിനെ പറ്റി നോക്കുന്ന സമയത്ത് ഗുജറാത്ത് ടൈറ്റൻസ് ആർ 4th പ്ലേസ് ഇൻ പോയിന്റ് ടേബിൾ. 2 മത്സരങ്ങൾ വിൻ ചെയ്ത് 4th പൊസിഷനിലാണ് പോയിന്റ് ടേബിളിൽ നിൽക്കുന്നത്. ടോപ്പ് റൺ സ്കോറർ ആയ നമ്മുടെ സായി സുദർശൻ തന്നെയാണ് GTയിലുള്ളത്. 127 റൺസാണ് അദ്ദേഹം ഏകദേശം 2-3 ഇന്നിങ്സ് ആയിട്ട് കരസ്ഥമാക്കിയിരിക്കുന്നത്. ടോപ്പ് വിക്കറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മോഹിത് ശർമ്മ തന്നെയാണ്. 6 വിക്കറ്റാണ് കഴിഞ്ഞ 3 മത്സരത്തിൽ നിന്ന് അദ്ദേഹം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഗുജറാത്ത് ടൈറ്റൻസ് ആ പ്രീവിയസ് മാച്ച് അഗെയിൻസ്റ്റ് സ്ട്രോങ്, അതായത് നമ്മുടെ ഹൈദരാബാദിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു 7 വിക്കറ്റിന് വിൻ ചെയ്യായിരുന്നു ചെയ്തത് കേട്ടോ നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസ്. അതുപോലെ തന്നെ കറന്റ് ഫോം അഗെയിൻസ്റ്റ് പഞ്ചാബ് കിങ്സിന്റെ കറന്റ് ഫോം നോക്കിക്കഴിഞ്ഞാൽ 8ാം സ്ഥാനത്താണ് പോയിന്റ് ടേബിൾ. 1 മത്സരം മാത്രമേ വിൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ടോപ്പ് റൺ സ്കോറർ ഇൻ പഞ്ചാബ് കിങ്സിലാണെങ്കിൽ ശിഖർ ധവാൻ തന്നെയാണ്. 137 റൺസാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ 3 ഇന്നിങ്സിൽ നിന്ന്. അതുപോലെ തന്നെ ടോപ്പ് വിക്കറ്റ് ടേക്കർ നോക്കിയാൽ റബാഡ തന്നെയാണ്. ഏകദേശം 4 വിക്കറ്റാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത് പഞ്ചാബ് കിങ്സിന് വേണ്ടി റീസെന്റ് ആയിട്ട് കളിച്ച 3 മത്സരത്തിൽ നിന്ന്. അതുപോലെ തന്നെ പ്രീവിയസ് മാച്ച് നോക്കിക്കഴിഞ്ഞാൽ ലക്നോ ഗെയിനേഴ്സ് ആയിട്ട് തോൽക്കുകയാണ് ചെയ്തത് 21 റൺസിന് പഞ്ചാബ് കിങ്സ്. റീസെന്റ് ഫോം അങ്ങനെയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് 2-3 കിഡിലൻ ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തി. ആദ്യം തന്നെ പറയാനുള്ളത് കുബേര ഫാന്റസി എന്ന് പറഞ്ഞ ഒരു കിഡിലൻ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയാനുള്ള മെയിൻ റീസൺ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ കോൺടെസ്റ്റുകളും ഡ്രീമിലുള്ള പോലെ തന്നെ നോർമൽ കോൺടെസ്റ്റുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏകദേശം ഡ്രീമിൽ 299 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും 260 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കോൺടെസ്റ്റുകൾ നല്ല
രീതി എൻട്രി ഫീസ് കുറവും, കോമ്പറ്റീഷൻ കുറവായിരിക്കും, നിങ്ങളുടെ ഓപ്പോണന്റ് അധികം സ്ട്രെങ്ത് ഉള്ള ആളായിരിക്കില്ല, ഈസി ടു വിൻ എന്നുള്ള ഒരു ക്രൈറ്റീരിയ ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഡ്യുവോ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവരെ നമ്മൾ പിക്ക് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ ഓപ്പോണന്റ് ഡേവിഡ് വാർണറിനെയാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡേവിഡ് വാർണറിനെക്കാട്ടിലും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള മറ്റാരാണോ അവരെ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്താൽ മതി. ഋഷഭ് പന്താണ്, ഋഷഭ് പന്തിനെ ഒന്ന് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഋഷഭ് പന്താണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്ത് വെച്ചാൽ ഈസി ആയിട്ട് വിൻ ആകാൻ പറ്റും. അങ്ങനെ സിമ്പിൾ ആയിട്ട് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലെ ഫീച്ചറാണ് ഈ ഡ്യുവോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ വിഷൻ 11 ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട മറ്റൊരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഇത്. കിടിലൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രീം ഇലവനിലുള്ള പോലെ തന്നെ ഒരുപാട് GL കോൺടെസ്റ്റുകളും ഒരുപാട് നോർമൽ കോൺടെസ്റ്റുകളും ഉണ്ട്. ഡ്രീം ഇലവനെ അപേക്ഷിച്ച് എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് GL ഒക്കെ ട്രൈ ചെയ്യണമെങ്കിൽ ഒരു ഡെമോ രീതിക്ക് നിങ്ങൾക്ക് നമ്മുടെ വിഷൻ 11 ഒന്ന് ട്രൈ ആവുന്നതാണ്. അതായത് 5 രൂപ കൊടുത്തിട്ട് 30 ടീം ഇറക്കാൻ പറ്റും. ഈ 30 ടീം ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 രൂപ 5 × 30 എത്രയാ? 150 രൂപ ചിലവിൽ നിങ്ങൾക്ക് 30 ടീം ഇറക്കാം. ഈ 30 ടീമിൽ ഫസ്റ്റ് വന്നതിന് 15,000 രൂപ കിട്ടും. ഫസ്റ്റ് ഒന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ഡ്രീം ഇലവനിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ നമ്മുടെ വിഷൻ 11 ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഡ്രീം ഇലവനിലോട്ട് ഇറങ്ങുന്നത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു എനിക്ക് തോന്നിയിട്ടോ. ഈ 5 രൂപയുടെ GL കോൺടെസ്റ്റ് നമ്മളെ ഡ്രീം ഇലവനിലൊന്നും ഇങ്ങനത്തെ ഒരു സംഭവമില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് നമ്മുടെ ഡ്രീം ഇലവനെ അപേക്ഷിച്ച്. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ സ്പോർട്ടസി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തതാണെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ട മറ്റൊരു കിടിലൻ ആപ്ലിക്കേഷനാണ്. ഇവിടെ പോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ് കളിക്കുന്ന ചാൻസ് ഉള്ള ആരാണ് അവരെ പിക്ക് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് ഇവിടെ പ്ലേയേഴ്സിനെ ചൂസ് ചെയ്ത് ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഫ്യൂച്ചർ ആട്ടോ ഇത്. കുബേരിക്കാൻ്റെ ഡ്യൂ ഓപ്ഷൻ സെയിം ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ 1 റുപ്പീസിന് കോൺടെസ്റ്റുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1 രൂപയ്ക്ക് കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയോ? ഈ ഒരു ആപ്ലിക്കേഷനിൽ 1 രൂപയ്ക്ക് അടക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചോയ്സിൽ ഇതുവരെ ട്രൈ ചെയ്യാത്തതാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട മറ്റൊരു ആപ്ലിക്കേഷൻ കൂടിയാണ് കോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ. ഈ കോപ്പ് വിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രീം ഇലവനിലൊക്കെ കാണുന്ന പോലെയുള്ള ആ ഒരു സെയിം ഡ്യൂ ഓപ്ഷൻ തന്നെയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ ചോയ്സ് 11. അപ്പോൾ നമ്മുടെ മത്സരത്തിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇന്ന് കളിക്കാൻ പോകുന്ന 11 പ്ലേയേഴ്സും അവരുടെ കുറച്ച് H2H ടിപ്സ്, മെയിൻ പ്ലെയേഴ്സ് ആരെയൊക്കെ പിക്ക് ചെയ്യണം എന്നൊക്കെ ഞാൻ ഈ ഒരു ഇപ്പോൾ തന്നെ എടുത്ത് പറയുന്നുണ്ട്. ഗുജറാത്ത് ടൈറ്റൻസിൽ നോക്കിയാൽ വൃദ്ധിമാൻ സഹ, ശുഭ്മാൻ ഗിൽ, അതുപോലെ തന്നെ ഒംറാസ് ജി, അതുകൂടാതെ ഡേവിഡ് മില്ലർ, വിജയ് ശങ്കർ, രാഹുൽ തിവാട്ടിയ, റാഷിദ് ഖാൻ, ഉമേഷ് യാദവ്, അതുകൂടാതെ നൂർ അഹമ്മദ്, മോഹിത് ശർമ്മ, ദർശൻ നീലകണ്ഠെ. ഓക്കെ, ഇത്രയും പേരാണുള്ളത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് നമ്മുടെ ദർശൻ നീൽകണ്ഠേന് സ്ഥാനത്തോട്ട് സായി സുദർശൻ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പഞ്ചാബ് കിങ്സിൽ നോക്കിയാൽ ശിഖർ ധവാൻ, ജോണി ബാരിസ്റ്റോ, സിക്കന്ദർ റാസ, സാം കറൻ, ജിതീഷ് ശർമ്മ, ശശാങ്ക് സിംഗ്, അതുകൂടാതെ ഹർപ്രീത് ബാർ, അതുകൂടാതെ നമ്മുടെ ഹർഷൽ പട്ടേൽ, കാസിയോ റബാഡ, രാഹുൽ ചഹാർ, അർഷദീപ് സിംഗ്, ഇത്രയും പേരാണ് നമ്മുടെ പഞ്ചാബ് കിങ്സിലുള്ളത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് സിമ്രാൻ സിംഗ് വരാനാണ് ചാൻസ് കൂടുതൽ. അദ്ദേഹം നമ്മുടെ അർഷദീപ് സിംഗിന് പകരമായിട്ട് അങ്ങോട്ട് വരാനാണ് പോസിബിലിറ്റീസ് കൂടുതൽ. കീ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നിങ്ങൾ പിക്ക് ചെയ്യേണ്ട കുറച്ച് പ്ലെയേഴ്സാണ് ശുഭ്മാൻ ഗിൽ, റാഷിദ് ഖാൻ, ശിഖർ ധവാൻ, അവിടെ നമ്മുടെ സാംകറൻ. ഇത്രയും പേരാണ് ഇതിൽ അതായത് തീർച്ചയായിട്ടും 2 ആളെ പിക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഷിദ് ഖാനും നമ്മുടെ ശിഖർ ധവാനുമാണ്. ഇനി ഈ ഒരു ഗ്രൗണ്ടിലും അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് കളിച്ചിട്ട് ഏറ്റവും കൂടുതൽ റെക്കോർഡ്സുള്ള പ്ലെയേഴ്സിനെയാണ് പറയാൻ പോകുന്നത്. അതായത് പഞ്ചാബ് വേഴ്സസ് GT വേഴ്സസ് പഞ്ചാബ്, ഈ ഒരു ലെവലിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ്സ് ഉള്ള പ്ലെയേഴ്സിനെയാണ് നമ്മൾ ഇനി എടുത്തു പറയാൻ പോകുന്നത്. ശുഭ്മാൻ ഗിൽ ഏകദേശം 10 ഇന്നിങ്സ് കളിച്ച് 397 റൺസാണ്, 56 റൺസാണ് ഏകദേശം ആവറേജ് എഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട്. അതുപോലെ തന്നെ ഉമേഷ് യാദവ് 21 മത്സരം കളിച്ച് 34 വിക്കറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. എഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് അത്യാവശ്യം നല്ല ആവറേജ് ഉണ്ട്. 21 മത്സരം കളിച്ച് 34 വിക്കറ്റ്സ് ആണ് ടേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ദർശൻ പുള്ളിയെ പറ്റി നോക്കുന്ന സമയത്ത് 1 മത്സരം കളിച്ച് 2 വിക്കറ്റ്സ് എഗെയിൻസ്റ്റ് ആയിട്ട് പഞ്ചാബിനെതിരെ എടുത്തിട്ടുണ്ട്. ശിഖർ ധവാൻ നോക്കിയാൽ 3 മത്സരം കളിച്ച് 105 റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ പഞ്ചാബിൻ്റെ കൂടെ GTയുടെ കൂടെ 52 റൺസാണ് പെർ മാച്ച് ആവറേജ് ആയിട്ടുള്ളത്. ലിയാൻ ലിവിൻസ്റ്റോനെ നോക്കുക, അതിന് 2 മത്സരം കളിച്ച് എഗെയിൻസ്റ്റ് ആയിട്ട് 94 റൺസാണ് എടുത്തിട്ടുള്ളത്. 94 റൺസ് തന്നെയാണ് ആവറേജ് എഗെയിൻസ്റ്റ് GT ആയിട്ട്. അതുപോലെ തന്നെ കാസിയോ റബാഡ 3 മത്സരം കളിച്ച് 7 വിക്കറ്റാണ് എടുത്തിട്ടുള്ളത് എഗെയിൻസ്റ്റ് GTയോട്. അത്യാവശ്യം നല്ല റെക്കോർഡ്സ് ഉള്ള പ്ലെയേഴ്സാണ് ഇപ്പോൾ എടുത്ത് പറഞ്ഞവരൊക്കെ. ഇതെന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക ഇവരൊക്കെ. അതുപോലെ ടോപ്പ് പിക്ക് ബൈ വെന്യൂ, ഈ ഒരു വെന്യൂവിൽ ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സിനെ പിക്ക് ചെയ്യുള്ളത് നോക്കി കഴിഞ്ഞാൽ ശുഭ്മാൻ ഗിൽ അദ്ദേഹം 14 ഇന്നിങ്സ് കളിച്ചിട്ടുണ്ട്.
ഈ ഒരു ഗ്രൗണ്ടിൽ 736 റൺസാണ്, 61 റൺസാണ് പെർ മാച്ച് ആവറേജ്. നല്ല ആവറേജ് ഉള്ള ഒരു പിച്ചിൽ, ഈ ഒരു പിച്ചിൽ നല്ല ആവറേജ് ഉള്ള പ്ലെയറാണ് നമ്മുടെ ശുഭ്മാൻ ഗിൽ. അതുകൂടാതെ നമ്മുടെ ഡേവിഡ് മില്ലറിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ 9 മത്സരം കളിച്ച് 210 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത്. അതും 42 റൺസ് പെർ മാച്ച് ആവറേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഒരു ഗ്രൗണ്ടിൽ അത്യാവശ്യം 42 റൺസാണ് അദ്ദേഹത്തിന് ആവറേജ് ആയിട്ടുള്ളത്. മോഹിത് ശർമ്മ ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 25 വിക്കറ്റ്സ് ആണ് ടേക്ക് ചെയ്യുള്ളത്. അദ്ദേഹത്തിന് 9 മത്സരം കളിച്ച് ഈ ഒരു ഗ്രൗണ്ടിൽ 25 വിക്കറ്റ്സ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സരം അപ്പോൾ എത്ര അത്യാവശ്യം നല്ല വിക്കറ്റ്സ് എടുക്കാറുണ്ട്, 2-3 വിക്കറ്റ്സ് ഒക്കെ എടുക്കാറുണ്ട്. നമ്മുടെ ശിഖർ ധവാൻ ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 3 മത്സരം കളിച്ച് 121 റൺസ് എടുത്തിട്ടുണ്ട്, 60 റൺസാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ്. ഹർപ്രീത് ബാർ 2 ഇന്നിങ്സ് ഇവിടെ കളിച്ചിട്ട് ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെ 4 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അദ്ദേഹവും അത്യാവശ്യം ആവറേജ് ഉള്ള ഒരു പ്ലെയറാണ് വിക്കറ്റ് ടേക്കിങ്ങിൽ. അതുപോലെ തന്നെ ക്യാപ്റ്റൻ VC സെലക്ഷനിൽ സേഫും റിസ്ക് ആയിട്ടുള്ള കുറച്ച് ആളെ പറയാം. സേഫ് ആയിട്ട് നോക്കുകയാണെങ്കിൽ റാഷിദ് ഖാൻ അതുകൂടാതെ സാം കറൻ ആണ്. റിസ്ക് ആയിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ വൃദ്ധിമാൻ സാഹ, ശുഭ്മാൻ ഗിൽ അതുകൂടാതെ ഡേവിഡ് മില്ലർ, ഒമ്രാസി, ഇത്രയും പേരാണുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമിലോട്ട് അടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഡ്രീമിലൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് വീഡിയോ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞു പോയി ബ്രോ, കുറച്ച് ബെറ്ററായി ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എൻ്റെ ഫുൾ സ്ട്രെങ്ത് എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് അനലൈസ് ചെയ്ത് ഒരുപാട് ടൈം 4 മണിക്കൂർ എന്നുള്ളത് 5-6 മണിക്കൂർ എടുത്തിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഈ റെക്കോർഡ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യണം. ഇതിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തലേദിവസം 11 മണിക്കാണ്. ഇന്ന് എനിക്ക് ഈ റെക്കോർഡ്സ് കിട്ടണം. നാളെ വൈകിട്ടാണ് മത്സരം. ഏകദേശം 32 മണിക്കൂറിന് ഏകദേശം അടുത്തുണ്ട്. അപ്പോൾ 31 മണിക്കൂറുണ്ട്. ഈ ഒരു റെക്കോർഡ്സ് ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. ഓക്കെ, അതിപ്പോൾ നമുക്ക് ലാസ്റ്റ് വരെയുള്ള റെക്കോർഡ്സ് കിട്ടും. ഈ ഗ്രൗണ്ടിൽ ലാസ്റ്റ് നടന്ന മത്സരം നമ്മൾ എന്തൊക്കെയാണ്, ഏതൊക്കെ വിക്കറ്റ് വീണ് അതനുസരിച്ച് കൂട്ടിയും കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അതൊക്കെ കൊണ്ടാട്ടോ. ഇപ്പോൾ നമ്മുടെ ടീം സെലക്ട് ചെയ്യാം. റാഷിദ് ഖാൻ, മോഹിത് ശർമ്മ 2 പേരും മസ്റ്റ് പിക്കാണ്. അതുപോലെ തന്നെ ഹർഷദീപ് സിംഗും മസ്റ്റ് പിക്കാണ്. ഓക്കെ, സാം കറൻ റാസ കളിക്കാനുള്ള പോസിബിലിറ്റീസ് ഹൈയാണ്. അദ്ദേഹം കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചാബ് കിങ്സിൽ അദ്ദേഹത്തെ എടുക്കണം. ശിഖർ ധവാൻ അതുപോലെ തന്നെ നമ്മുടെ ശുഭ്മാൻ ഗിൽ 2 പേരെ എടുക്കണം. വൃദ്ധിമാൻ സാഹ, ജോണി ബാരിസ്റ്റോ തീർച്ചയായിട്ടും എടുക്കേണ്ട ഒരു പ്ലെയറാണ്. സായി സുദർശൻ വേണമെങ്കിൽ നിങ്ങളുടെ ഓപ്ഷനാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോളറിലോട്ട് പോകാം. നമുക്ക് റബാഡയെ തന്നെ ചൂസ് ചെയ്യാം, കാരണം ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇല്ല ഇപ്പോൾ നിങ്ങൾക്ക് റബാഡ വേണ്ടാന്നാണെങ്കിൽ സായി സുദർശനെ പിക്ക് ചെയ്യാം. ഞാൻ പക്ഷേ റബാഡയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ക്യാപ്റ്റൻ VC കൂടെ നമുക്ക് കൊടുക്കാം. ക്യാപ്റ്റൻസി ഞാൻ കൊടുക്കുന്നത് സാം കറനെ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. റീസെൻ്റായിട്ട് 3 വിക്കറ്റ്സ് ഒക്കെ എടുത്തായിരുന്നു കേട്ടോ, 4 ഓവർ ബോൾ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്യാപ്റ്റൻസി കൊടുക്കുന്നത്. വൈസ് ക്യാപ്റ്റൻസി മോഹിത് ശർമ്മ എന്തായാലും 2 വിക്കറ്റ് എടുക്കും, 100 പോയിന്റ് കൺഫേം ആണ്. അപ്പോൾ അദ്ദേഹത്തെ തന്നെ എന്തായാലും വൈസ് ക്യാപ്റ്റൻ കൊടുക്കാം. വൃദ്ധിമാൻ സഹ, ജോണി ബാരിസ്റ്റോ, ശിഖർ ധവാൻ, ശുഭ്മാൻ ഗിൽ, ലിവിൻസ്റ്റൺ, സാം കറൻ, ഒമ്രാസ്, മോഹിത് ശർമ്മ, റബാഡ, അതുകൂടാതെ നമ്മുടെ റാഷിദ് ഖാൻ, ഹർഷദീപ് സിംഗ്, ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ വഴിയെ വരുന്നുണ്ട്. ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ GL ടിപ്സും അതിനുവേണ്ടി H2H റെക്കോർഡ്സിൻ്റെയും കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോ നമ്മൾ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.